നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 13, 14, 15 തീയതികളിലെ രാശിഫലങ്ങൾ, ദിനഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ഏപ്രിൽ 13 രാവിലെ 7:39 AM മുതൽ ഏപ്രിൽ 15 രാത്രി 8:27 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ഇവിടെ മഴ പെയ്യുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ശബ്ദ പ്രശ്നം വരും, ക്ഷമിക്കുക. പിന്നെ ഇത് 3 വർക്കിംഗ് ഡേയ്സ് നമുക്ക് വരികയാണ്. തുലാം രാശിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അതുകൂടാതെ ഏപ്രിൽ 14 വെളുപ്പിന് 3:21 AM സൂര്യൻ മേടരാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ 13-ാം തീയതി ഒരു ഫലവും 14-ഉം 15-ഉം മറ്റൊരു ഫലവുമാണ്. കാരണം സൂര്യൻ മാറുന്നു. അതൊക്കെ ഓരോ രാശിയെക്കുറിച്ച് പറയുമ്പോഴും ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ആദ്യം ഇന്ന് ഒരു കാര്യം പറയാം. അതായത് കഴിഞ്ഞ തവണത്തെ വീഡിയോ, അതായത് 11-12 തീയതികളിലെ വീഡിയോയിൽ ചെറിയൊരു പെശക് പറ്റിയിരുന്നു. അതായത് കുംഭം രാശി പറയുമ്പോൾ ഒരു ചെറിയ പെശക് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ആ ശ്രദ്ധ കൊണ്ട് പറ്റിയതാണ്. അതായത് ശനി നിൽക്കുന്നത് മീനം രാശിയിലാണ്, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ കുംഭം രാശിക്ക് ശനി നിൽക്കുന്നത് ജന്മത്തിലാണെന്ന് ഞാൻ ഒന്ന് തെറ്റി പറഞ്ഞുപോയി. എങ്കിലും 7 ശനി തന്നെയാണ്. അതായത് കുംഭത്തിൽ നിന്നാലും മീനത്തിൽ ശനി നിന്നാലും കുംഭം രാശിക്ക് 7 ശനി തന്നെയാണ്. അപ്പോൾ ഫലം ഏതാണ്ട് ഒരുപോലൊക്കെ തന്നെയാണ്. ശനി പ്രതികൂലമാണ്. അപ്പോൾ ജന്മശനി എന്ന് ഞാൻ അശ്രദ്ധമായിട്ട് പറഞ്ഞതാണ്. ജന്മശനിയല്ല, 7 ശനിയിൽ തന്നെ അവസാന ഭാഗം 2-ാം ഭാവത്തിലാണ് കുംഭം രാശിക്ക് ശനി നിൽക്കുന്നത്. പ്രതികൂലമാണ്. ഓക്കെ, അപ്പോൾ ആ തെറ്റ് പറ്റിയതിൽ ക്ഷമ ചോദിക്കുന്നു. കുംഭം രാശി എന്ന് പറയുമ്പോൾ അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരുരുട്ടാതി ആദ്യം 3 പാദം. ആദ്യം കുംഭം രാശിയിൽ തുടങ്ങാം. കാര്യം തെറ്റ് പറ്റിയ അത് തിരുത്തി അവിടെ നിന്ന് തുടങ്ങാം. കുംഭം രാശിക്ക് സൂര്യൻ 14-ാം തീയതി മുതൽ അനുകൂലമാണ്. കുംഭം രാശിക്ക് 3-ാം ഭാവത്തിൽ സൂര്യൻ വരുന്നു. 14-ാം തീയതി സൂര്യൻ മാറുന്നല്ലോ, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് കുംഭം രാശിക്ക് അനുകൂലമാണ്. 3-ാം ഭാവത്തിൽ നല്ല ഫലങ്ങൾ സൂര്യൻ തരും. അത് മാത്രമല്ല, സൂര്യൻ മേടൻ രാശിയിൽ എന്ന് പറയുമ്പോൾ സൂര്യൻ്റെ ഉച്ചരാശിയാണ്. അപ്പോൾ ഉച്ചത്തിൽ നിൽക്കുന്ന സൂര്യൻ കുംഭം രാശിക്ക് അനുകൂലമാണ്. അത് ഈ മേടം മാസം മുഴുവൻ ഉണ്ടാവും. അവർക്ക് തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം മിനിമം അവർക്ക് കിട്ടിയിരിക്കും. പിന്നെ ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് 3 ഗ്രഹങ്ങളെ ഉള്ളൂ എങ്കിലും 4 ഗ്രഹങ്ങളെ ഉള്ളൂവെങ്കിലും അത് 14-ാം തീയതി മുതലാണ്. 14-ാം തീയതി സൂര്യൻ മാറുമ്പോൾ അത് അനുകൂലമാവും. അപ്പോൾ 14, 15 തീയതികളിൽ ഇവർക്ക് 4 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്നു. അതിൽ 2 പാപഗ്രഹങ്ങളാണ്, സൂര്യനും ചൊവ്വയും. ചൊവ്വ 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ ഇവർക്ക് നേട്ടമാണ്. ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് 14, 15. 13-ാം തീയതി ഇവർക്ക് ബുധനും ശുക്രനും ചൊവ്വയും മാത്രമേ അനുകൂലമായിട്ടുള്ളൂ. പിന്നെ കുംഭം രാശിക്ക് ശനി പ്രതികൂലമാണ്. 7 ശനിയാണ്. 7 ശനി എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. എന്തായാലും ജന്മശനി എന്ന് ഞാൻ തെറ്റി കഴിയണം. അത് അശ്രദ്ധമായിട്ട് പറ്റിയതാണ്. അപ്പോൾ ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ശനി മാത്രമാണ്. 4 ഗ്രഹങ്ങൾ 14, 15 ദിവസങ്ങളിൽ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. ബാക്കി
4 ഗ്രഹങ്ങൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് എന്നൊക്കെ പറയാം. എങ്കിലും അഷ്ടമത്തിൽ കേതു നിൽക്കുന്നത് ദോഷകരമാണ്, അതും പ്രതികൂലമൊക്കെ തന്നെയാണ്. എങ്കിൽ പൊതുവിൽ പറയുകയാണെങ്കിൽ ഇവർക്ക് ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ട് ഞാൻ ഫലം പറയുന്നു. പ്രത്യേകിച്ച് 14-15 തീയതികളിൽ ശനിദോഷം മാറാൻ വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ശനിയാഴ്ച വ്രതം എടുത്ത് നമ്മൾ ശിവക്ഷേത്രത്തിൽ നിർബന്ധമായിട്ടും പോവുക, ഗണപതിയെ തൊഴുത് ശിവന് ജലധാര, ഏറ്റവും കുറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതുപോലെ അയ്യപ്പന് അല്ലെങ്കിൽ ശാസ്താവിന് നീരാഞ്ജനം, നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ശനിക്ക് വഴിപാടുകൾ നടത്തുക. പിന്നെ തീർച്ചയായിട്ടും ഈശ്വരനായിട്ട് ചേർന്ന് നിൽക്കുക, അതാണ് ഏറ്റവും പ്രധാനം. ഈശ്വരനായിട്ട് ചേർന്ന് നിന്നാൽ എത്ര വലിയ കണ്ടക ശനിയോ ഏഴശനിയോ അഷ്ടമശനിയോ ഒക്കെ ആണെങ്കിലും ഈശ്വരൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഇതൊന്നും ബാധിക്കില്ല, ഉറപ്പാണ്. ഞങ്ങൾ ഈ പറഞ്ഞ ദോഷാധിക്യം എന്ന് പറഞ്ഞ പ്രവചനം നടത്തുന്നത് തെറ്റിപ്പോണേ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കാരണം ഈശ്വരനായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങൾ ഏതെങ്കിലും ഒരു രാശിക്ക് ദോഷാധിക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈശ്വരനായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ആ ദോഷാധിക്യം മാറും. അപ്പോൾ ഞങ്ങളുടെ പ്രവചനം തെറ്റും. അപ്പോൾ ദോഷാധിക്യം എന്ന് ഞങ്ങൾ പറയുന്ന പ്രവചനങ്ങളെല്ലാം തെറ്റണേ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, എന്തായാലും ഇവർക്ക് നിയമപരമായ പ്രശ്നങ്ങളിൽ ഇവർക്ക് അനുകൂലമായിട്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം, ചൊവ്വ അനുകൂലമായതിനാൽ. പിന്നെ ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും. അതിവിടെ സൂര്യനും ചൊവ്വയും 14-15 തീയതികളിൽ അനുകൂലമാണ്. അപ്പോൾ ഇത് രണ്ടും, അതായത് സൂര്യൻ പിതൃ ഗുണം തരുന്നു, ചൊവ്വ ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ അനുകൂലമായിട്ടുള്ള സംഭവങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് പിതൃ സ്വത്ത് ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. പിന്നെ തീർച്ചയായിട്ടും ചൊവ്വ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഇവർക്ക് ഉയർച്ചയുണ്ടാക്കും. അത് സൂര്യനും അതേ ഒരു അനുഭവം ഉണ്ടാക്കും. പിന്നെ ബുധനും ശുക്രനുമാണ് അനുകൂലം. തീർച്ചയായിട്ടും കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമുള്ള ദിവസമാണെന്ന് ഞങ്ങൾ പറയും, പ്രത്യേകിച്ച് 13-14. കാരണം 2 പാപഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്നു. അത് മാത്രമല്ല, ഈ മേടമാസം മുഴുവൻ സൂര്യൻ അനുകൂലമാണ്. അപ്പോൾ ഇവർക്ക് പൊതുവെ ഇച്ചിരി നല്ല കാലം തന്നെയാണ്. പക്ഷേ 7 ശനി എന്നുള്ള ഒരു പ്രതികൂലാവസ്ഥ നിലനിൽക്കുന്നു. എങ്കിലും ഈശ്വരനായിട്ട് ചേർന്ന് നിന്നാൽ ഞങ്ങൾ ദോഷാധിക്യം എന്നൊക്കെ പറയുന്നതൊക്കെ ഞങ്ങളുടെ പ്രവചനം തെറ്റും. അപ്പോൾ ഇവർക്ക് കുംഭൻ രാശിക്ക് 14-15 തീയതികൾ നല്ല ദിവസങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് ആദ്യം തൊട്ട് തുടങ്ങാം. മേടം രാശി, അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം. മേടം രാശിക്ക് 4 പാപഗ്രഹങ്ങൾ പ്രതികൂലമാണ്. ശനി, സർപ്പം, സൂര്യൻ, ചൊവ്വ. അത് തന്നെ 16-ാം തീയതി 15-ാം തീയതി സൂര്യൻ ജന്മത്തിൽ വരികയും ചെയ്യുന്നു. അല്പം ദേഹാസ്വസ്ഥയൊക്കെ ഉണ്ടാവാം. പൊതുവെ ഈ പാപഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഈശ്വരനെ ഭജിക്കുക, ക്ഷേത്ര ദർശനം, മന്ത്രജപങ്ങൾ, കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, അതുപോലെ തന്നെ ദാനധർമാദികൾ ഇവയൊക്കെ അനുഷ്ഠിച്ച് ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നാൽ ഇവർക്ക് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും. പിന്നെ ഇവർക്ക് വ്യാഴം 2-ാം ഭാവത്തിൽ ധനസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്, കുറച്ചൊക്കെ ധനവരവുണ്ടാവും. പൊതുവെ മേടം രാശിക്ക് അത്ര നല്ല ഗുണകരമായ ദിവസങ്ങളല്ല. കാരണം 5 ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നു, ബുധൻ ഉൾപ്പെടെ. അതേസമയം ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് 4 ഗ്രഹങ്ങളുണ്ട്. അതൊക്കെ തന്നെ ശുഭഗ്രഹങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ
പാപഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നതിനാൽ തീർച്ചയായും അതിൻ്റെ കൂടെ ബുധൻ നീചരാശിയിലുമാണ്, അതുപോലെ തന്നെ ചൊവ്വയും നീചരാശിയിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രതികൂലമായിട്ടുള്ള ദിവസങ്ങളാണ് മേടൻ രാശിക്ക് ഈ ദിവസങ്ങൾ. ഇനി ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാന 3 പാദം, രോഹിണി മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഇടിവെട്ട് സൗഭാഗ്യമാണ്. പക്ഷേ 14, 15 ആകുമ്പോഴത്തേക്ക് ഇവർക്ക് സൂര്യൻ പ്രതികൂലമാകുന്നു, 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത് വരുന്നു. പിന്നെ വ്യാഴം ജന്മത്തിലാണ്, സൂര്യനും വ്യാഴവും ഇവർക്ക് പ്രതികൂലമാണ്, പ്രത്യേകിച്ച് 14, 15 തീയതികളിൽ. അപ്പോൾ 13-ാം തീയതി തന്നെ ഇവർ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ഇവർക്ക് 7 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. അതാണ് ഞങ്ങൾ ഈ ഇടിവെട്ട് സൗഭാഗ്യം എന്നൊക്കെ പറയുന്നത്. അതിൽ തന്നെ ശനി 11ാം ഭാവത്തിൽ, ചൊവ്വ 3ാം ഭാവത്തിൽ, സർപ്പവും ശിഖിയും അനുകൂലം. അപ്പോൾ ഇവർക്ക് ഊഹക്കച്ചവടങ്ങളിലൊക്കെ നേട്ടമുണ്ടാവും, ഭൂമിക്രയ വിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും, സർവകാര്യ വിജയം. പിന്നെ ബൗദ്ധിക കലാ സാഹിത്യ രംഗങ്ങളിലൊക്കെ ഇവർക്ക് നേട്ടമുണ്ടാവും. കാരണം ബുധനും ശുക്രനും അനുകൂലമാണ് 11ാം ഭാവത്തിൽ. അപ്പോൾ അതൊക്കെ അനുകൂലമാണ്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് വരും. സാങ്കേതിക മികവ് കൊണ്ട് ഇവർക്ക് വിസ്മയങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. അടിപൊളി ദിവസങ്ങളാണ് ഇവർക്ക് 13, 14, 15 തീയതികൾ. അതിൽ തന്നെ 14, 15 തീയതികളിൽ സൂര്യൻ പ്രതികൂലമായിട്ട് വരുന്നു. അപ്പോൾ ഇവർ പ്രധാനപ്പെട്ട കാര്യങ്ങൾ 13-ാം തീയതിക്കുള്ളിൽ തന്നെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ഇടവൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ഇടിവെട്ട് സൗഭാഗ്യമുള്ള ദിവസങ്ങളാണ്. ഇനി മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് പ്രതികൂലമായിട്ടുള്ള ഗ്രഹങ്ങൾ കുറവാണ്. ശനി ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ അത് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരും. ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് ഇവർക്ക് സൂര്യൻ ബുധൻ മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ സൂര്യൻ മേടം രാശിയിൽ വരുമ്പോൾ ഇവർക്ക് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് സൂര്യൻ വരികയാണ്. അപ്പോൾ തൊഴിൽ ലാഭം, അതുപോലെ തന്നെ പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ പ്രതീക്ഷിക്കാം. പിന്നെ 12ാം ഭാവത്തിലാണ് വ്യാഴം, വ്യയസ്ഥാനത്താണ്. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം കഴിച്ച് അലങ്കാരപ്രിയനായ മഹാവിഷ്ണുവിന് തുളസിമാല ചാർത്തുക, മറ്റ് വഴിപാടുകൾ നടത്തുക. പിന്നെ ശനി കണ്ടകശനി ആണെങ്കിലും കർമ്മസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ കർമ്മസ്ഥാനത്ത് ശനിയും 11ാം ഭാവത്തിൽ 14, 15 തീയതികളിൽ 11ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു. അപ്പോൾ തൊഴിൽ ലാഭം പ്രതീക്ഷിക്കാം. പിന്നെ പൊതുവിൽ ഇവർക്ക് പ്രതികൂലമായിട്ടുള്ള, ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുള്ള ഗ്രഹങ്ങൾ കുറവാണ്. അതുകൊണ്ട് നമുക്കൊരു ഗുണദോഷ സമ്മിശ്രമായിട്ട് ഇവർക്ക് ഫലം പറയാം. ഇനി കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ പുണർദം അവസാന പാദം, പൂയ ആയില്യം. കർക്കിടകം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. 14, 15 തീയതികളിൽ, അതായത് മേടമാസം തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് സൂര്യൻ അനുകൂലമാണ്. ഒരു മാസം മുഴുവൻ, മേടമാസം മുഴുവൻ 10ാം ഭാവത്തിൽ കർമ്മസ്ഥാനത്ത് സൂര്യൻ വരുന്നു. അത് അനുകൂലമായ ഫലം തരും. പ്രധാനമായിട്ടും സൂര്യൻ്റെ പ്രധാനപ്പെട്ട ഫലങ്ങൾ ഇതാണ്: തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം. ഇതുകൂടാതെ വ്യാഴം 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണെങ്കിലും അത് മെയ് 14 വരെ ഉള്ളൂ. അതിനുള്ളിൽ നിങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. പിന്നെ ആകെ ഇവിടെ പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ചൊവ്വയാണ്. ജന്മത്തിലാണ് ചൊവ്വ. ഓക്കെ, ജന്മത്തിൽ തന്നെ ഉറപ്പിക്കാം. ജന്മത്തിൽ ചൊവ്വ വരുമ്പോൾ അല്പം ദേഹാസ്വസ്ഥയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. എങ്കിലും വ്യാഴം 11 നിൽക്കുന്നതുകൊണ്ട് അതൊക്കെ ഒഴിവായി പോകാനും സാധ്യതയുണ്ട്. പിന്നെ സൂര്യൻ 14, 15 അനുകൂലമാണ്. പിന്നെ ശുക്രൻ
അനുകൂലമാണ്. 9ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു. അതുപോലെ തന്നെ സർപ്പം ഭാഗ്യസ്ഥാനത്ത്. അപ്പോൾ സർപ്പവും ശുക്രനും കൂടെ ഭാഗ്യസ്ഥാനത്ത് വരുന്നു. അപ്പോൾ അല്പം ഈ ഊഹക്കച്ചവടങ്ങളിലൊക്കെ നേട്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പൊതുവെ കർക്കിടക രാശിക്ക് ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്, പ്രത്യേകിച്ച് 14ഉം 15ഉം തീയതികളിൽ. കാരണം സൂര്യൻ 14ഉം 15ഉം തീയതികളിൽ അനുകൂലമായിട്ട് വരുന്നു, ഒരു മാസം, മേടമാസം മുഴുവൻ. ഓക്കെ. ഇനി ചിങ്ങം രാശി, മകം, പൂരം, ഉത്ര, ആദ്യപാദം. ഇവർക്ക് പ്രതികൂലമായിട്ട് 4 പാപഗ്രഹങ്ങളാണ് വരുന്നത്. ശനി, സർപ്പം ഇവ വ്യയസ്ഥാനത്ത് 12ാം ഭാവത്തിൽ നിൽക്കുന്നു. സൂര്യൻ ജന്മത്തിൽ 14ഉം 15ഉം നിൽക്കുന്നു, 14ഉം 15ഉം തീയതികളിൽ നിൽക്കുന്നു. ചൊവ്വ 4ാം ഭാവത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ 4 പാപഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ പൊതുവെ അത്ര ഗുണകരമായിട്ടുള്ള ദിവസങ്ങളല്ല ഇവർക്ക്. ചന്ദ്രൻ, ബുധൻ, ശുക്രൻ തുടങ്ങിയ ശുഭഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു, ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു. എങ്കിലും പൊതുവെ ഇവർക്ക് ദോഷാധിക്യം എന്ന് ഞങ്ങൾ പറയുന്നത്, ഈ പ്രവചനം തെറ്റിപ്പോകാൻ നിങ്ങൾ ശ്രമിക്കുക. തെറ്റാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നത് ഈശ്വരനായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ ദോഷാധിക്യം എന്ന് ഞങ്ങൾ പ്രവചിച്ചത് നിങ്ങൾക്ക് അത് തെറ്റിക്കാം, പ്രവചനം തെറ്റിക്കാം. അപ്പോൾ ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക. മന്ത്രജപങ്ങൾ, ക്ഷേത്രദർശനം, അതുപോലെ തന്നെ ദാനധർമാദികൾ, കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ഇവയൊക്കെ പാലിച്ച് അനുഷ്ഠിച്ച് ഈശ്വരനായിട്ട് ചേർന്ന് നിന്നാൽ വെളിച്ചം ചാനൽ ദോഷാധിക്യം എന്ന് പറഞ്ഞത് ആ പ്രവചനം നിങ്ങൾക്ക് തെറ്റിക്കാൻ പറ്റും. അങ്ങനെ കഴിയട്ടെ, ഞങ്ങളുടെ പ്രവചനം തെറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ. ഇനി കന്നിരാശി. കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാനം 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് സൂര്യൻ അഷ്ടമത്തിൽ വരികയാണ് 14ഉം 15ഉം തീയതികളിൽ. അപ്പോൾ മേടമാസത്തിൽ മുഴുവൻ തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. എങ്കിലും വ്യാഴം 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു. ചൊവ്വ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ ഇവർക്ക് ഈ തൊഴിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് കുറേയൊക്കെ ഇവർക്ക് മറികടക്കാൻ പറ്റും. എങ്കിലും അഷ്ടമത്തിൽ സൂര്യൻ വരുന്നത് തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാക്കും. പിന്നെ ഇവർക്ക് 7ാം ഭാവത്തിലാണ് കുറേ ഗ്രഹങ്ങൾ നിൽക്കുന്നത്, ശനി ഉൾപ്പെടെ. അപ്പോൾ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വിവേകപൂർവം പരിഹരിക്കാൻ ശ്രമിക്കുക, കൈകാര്യം ചെയ്യുക. അതുപോലെ തന്നെ ഒരു മെയ് 18 വരെയെങ്കിലും ഇവർ മറ്റ് കാര്യങ്ങൾ, അതായത് വിവാഹാദി കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുക. ദാമ്പത്യ പ്രശ്നങ്ങളാണ് കാണിക്കുന്നത്. 7ാം ഭാവത്തിൽ നിരവധി ഇത് പ്രത്യേകിച്ച് ശനിയും സർപ്പവും ഒക്കെ നിൽക്കുന്നു. മെയ് 18-ാം തീയതി സർപ്പം അനുകൂലമായിട്ട് വരും ഇവർക്ക്. കന്യരാശിക്ക് 6ാം ഭാവത്തിൽ വരും. അപ്പോൾ നല്ല കാലം വരികയാണ്. മെയ് 18 മുതൽ കന്യരാശിക്ക് സർപ്പം 6ാം ഭാവത്തിൽ, അതായത് കുംഭൻ രാശിയിൽ വരുമ്പോൾ അത് അനുകൂലമായിട്ട് വരും. പൈതൃക സ്വത്ത് ലഭിക്കാം. അതുപോലെ തന്നെ പിതൃതുല്യരായവരുടെയും ഗുരുതുല്യരായവരുടെയും മാതൃതുല്യരായവരുടെയൊക്കെ അനുഗ്രഹം ലഭിക്കും. 1.5 വർഷം സർപ്പം അഥവാ രാഹു ഇവർക്ക് അനുകൂലമായിട്ട് വരും മെയ് 18-ാം തീയതി മുതൽ. അപ്പോൾ അതിനുശേഷം ഈ വിവാഹാദി കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്ക് പൊതുവെ ഇവർക്ക് ഇപ്പോൾ അത്ര നല്ല സമയമായിട്ട് പറയാൻ പറ്റില്ല. എങ്കിലും വ്യാഴവും ചൊവ്വയും അനുകൂലമായതിനാൽ അതും ഏറ്റവും നല്ല ഭാഗത്ത് വരികയാണ്. ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും ലാഭസ്ഥാനത്ത് 11ാം ഭാവത്തിൽ ചൊവ്വയും നിൽക്കുന്നതിനാൽ കുറേയൊക്കെ വലിയ നേട്ടങ്ങളൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാം. എങ്കിലും ദാമ്പത്യ പ്രശ്നങ്ങൾ, പ്രേമകാര്യങ്ങൾ, വിവാഹാദി കാര്യങ്ങൾ, ഇതൊക്കെ
അല്പം ക്ഷമയോടെ മെയ് 18 വരെയെങ്കിലും കാത്തിരിക്കുക. അതിനുശേഷം രാഹു അനുകൂലമാകുമ്പോൾ നല്ല കാര്യങ്ങൾ ഏകദേശം 1.5 വർഷം രാഹുവായിട്ട് ബന്ധപ്പെട്ട് നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇനി തുലാം രാശി, ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് 7 ഗ്രഹങ്ങൾ അനുകൂലമാണ് 13-ാം തീയതി. 14-ഉം 15-ഉം തീയതികളിൽ സൂര്യൻ പ്രതികൂലമായിട്ട് വരും. അത്ര ഗുണകരമായിട്ടുള്ള സംഭവമല്ല. 7-ാം ഭാവത്തിൽ വരും 14-ഉം 15-ഉം സൂര്യൻ. അപ്പോൾ 7-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ അത്യാവശ്യം അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അത് വിവേകപൂർവ്വം കൈകാര്യം ചെയ്യുക. പിന്നെ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതിന് ഉള്ള ഒരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ച, തിങ്കളാഴ്ച, ശനിയാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിൽ പോവുക, മന്ത്രജപങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അനുഷ്ഠിച്ച് ഈശ്വരനായിട്ട് ചേർന്ന് നിന്നാൽ ആ ദോഷം മാറുന്നതാണ്. അതുപോലെ തന്നെ തൊഴിൽ പ്രശ്നങ്ങൾ കുറച്ചൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 14-ന് ശേഷം അത് ഈ മേടമാസം മുഴുവൻ അത്ര നല്ല സമയമല്ല തൊഴിൽപരമായിട്ട്. എങ്കിലും ഇവർക്ക് ശനി, സർപ്പം, ബുധൻ, ചൊവ്വ ഇവയൊക്കെ അനുകൂലമാണ്. 1, 2, 3, 4, 5, 6 ഏകദേശം 6 ഗ്രഹങ്ങൾ ഈ ദിവസങ്ങളിൽ മുഴുവൻ അനുകൂലമാണ്. 13-ാം തീയതി സൂര്യൻ അനുകൂലമാണ്, 14, 15 പ്രതികൂലമാണ്. അപ്പോൾ 13-ാം തീയതിക്കുള്ളിൽ ഇവർ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. കാരണം മേടം, ഇടവം മാസങ്ങളിൽ സൂര്യൻ പ്രതികൂലമാണ്. അപ്പോൾ ഇനി സൂര്യൻ അനുകൂലമാണെങ്കിൽ കർക്കിടകത്തിൽ വരണം. മിഥുനം രാശിയിൽ മിഥുനമാസം 9-ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്താണ് സൂര്യൻ വരുന്നതെങ്കിലും അത് ഗുണദോഷ സമ്മിശ്രമായിട്ടേ ഫലം തരുള്ളൂ. കർക്കിടകം ചിങ്ങമാസങ്ങളിൽ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് വരും. പൊതുവെ തുലാം രാശിക്ക് ഗുണാധിക്യമാണ്. അതേസമയം 13-ാം തീയതി അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഊഹക്കച്ചവടങ്ങളിലൊക്കെ നേട്ടം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. പിന്നെ ചൊവ്വ അനുകൂലമാണ്. അപ്പോൾ ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടം ഉണ്ടാവും. അതുപോലെ തന്നെ നിയമ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും അതൊക്കെ ഇവർക്ക് മറികടക്കാൻ പറ്റും. വിവേകപൂർവ്വം, പ്രാർത്ഥനാപൂർവം പരിശ്രമിച്ചു കഴിഞ്ഞാൽ തൊഴിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് മറികടക്കാൻ പറ്റും. നിയമപ്രശ്നങ്ങളൊക്കെ മറികടക്കാൻ പറ്റും. എങ്കിലും പൊതുവെ തുലാം രാശിക്ക് ഈ ദിവസങ്ങൾ 13, 14, 15 തീയതികൾ ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി വൃശ്ചികം രാശി, വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. പ്രതികൂലമായിട്ട് ഗ്രഹങ്ങൾ കാര്യമായിട്ടൊന്നുമില്ല. ശനി 5-ാം ഭാവത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരും. അതുപോലെ തന്നെ ചൊവ്വ 9-ാം ഭാവത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും. അല്ലാതെ സർപ്പം, ശുക്രൻ, 14, 15 തീയതികളിൽ സൂര്യൻ, വ്യാഴം, ശനി ഇവയൊക്കെ അനുകൂലമാണ്. അപ്പോൾ 14-ാം തീയതി മുതൽ സൂര്യൻ അനുകൂലമായിട്ട് വരുന്നു 6-ാം ഭാവത്തിൽ. അപ്പോൾ 6-ാം ഭാവത്തിൽ ഉച്ചരാശിയിൽ സൂര്യൻ വരുമ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടം, പിതൃഗുണം, സന്താന നേട്ടമൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാം. വ്യാഴം 7-ാം ഭാവത്തിലാണ്. അപ്പോൾ ദാമ്പത്യ സുഖം. പിന്നെ പ്രധാനമായിട്ടുള്ള ഗ്രഹങ്ങളൊന്നും തന്നെ ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുള്ള ഇതില്ല. അതുപോലെ തന്നെ സൂര്യൻ ഈ മേടമാസം മുഴുവൻ ഇവർക്ക് നേട്ടം ഉണ്ടാക്കും. പിന്നെ സർപ്പം ഇവർക്ക് 5-ാം ഭാവത്തിൽ
കേതു 11-ാം ഭാവത്തിൽ. അപ്പോൾ ഈ ഊഹക്കച്ചവടങ്ങളിലൊക്കെ നേട്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പൊതുവെ വൃശ്ചിക രാശിക്ക് ഗുണാധിക്യം തന്നെയാണ്. ഇനി ധനുരാശി. ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ പാദം. ധനുരാശിക്ക് ശനി, വ്യാഴം, ചൊവ്വ ഇവ പ്രതികൂലമാണ്. പ്രത്യേകിച്ച് ശനി കണ്ടകശനിയാണ്. അതുപോലെ ചൊവ്വ അഷ്ടമത്തിലാണ്. അപ്പോൾ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക, തീപ്പൊള്ളൽ ഏൽക്കാതെ ശ്രദ്ധിക്കുക. അതുപോലെ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ചീത്തയാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇവർ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ പോവുക. അതുപോലെ തന്നെ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ പാലഭിഷേകവും ഭസ്മാഭിഷേകവും ഒക്കെ ചെയ്യുക. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം കഴിപ്പിച്ച് അലങ്കാരപ്രിയനായ മഹാവിഷ്ണുവിന് തുളസിമാല സമർപ്പിക്കുക, മറ്റു വഴിപാടുകൾ നടത്തുക. പിന്നെ ശനിയാഴ്ച അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തുക, ശനിക്ക് വഴിപാടുകൾ നടത്തുക. പൊതുവെ ഇവർക്ക് അത്ര ഗുണകരമായിട്ടുള്ള ദിവസങ്ങളല്ല എന്ന് ഞങ്ങൾ പറഞ്ഞ ഈ പ്രവചനം തെറ്റട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് തെറ്റിക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ ഈശ്വരന് ആയിട്ട് ചേർന്ന് നിന്നാൽ എന്തും നേടാം. എത്ര വലിയ ദോഷാധിക്യമെന്ന് വെളിച്ചം ചാനൽ പറഞ്ഞാലും നിങ്ങൾക്ക് ഗുണാധിക്യം, അത്യധികം ഗുണാധിക്യം, ഇടിവെട്ട് സൗഭാഗ്യങ്ങൾ നേടാൻ പറ്റും ഈശ്വരനായിട്ട് ചേർന്ന് നിന്നാൽ. ഓക്കെ, ഇനി മകരം രാശി. മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാന 3 പാദം, തിരുവോണാവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇവർക്ക് 14, 15 തീയതികളിൽ, അതായത് സൂര്യൻ പ്രതികൂലമാവും, 13-ാം തീയതി അനുകൂലമാണ്. അപ്പോൾ മകരം രാശിക്കാർ 13-ാം തീയതിക്കുള്ളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കി വെക്കുക. കാര്യം 14 മേടമാസം ഇവർക്ക് സൂര്യൻ പ്രതികൂലമാണ് മാസം മുഴുവൻ. അപ്പോൾ 14, 15 തീയതികളിൽ ഈ അത്യധികം ഗുണാധിക്യം വരുന്നില്ല. അപ്പോൾ 5 ഗ്രഹങ്ങളെ അനുകൂലമായിട്ടുള്ളൂ. എങ്കിലും പ്രതികൂലമായിട്ട് കാര്യമായ ഗ്രഹങ്ങളൊന്നും തന്നെയില്ല. 5-ാം ഭാവത്തിൽ വ്യാഴമുണ്ട്. അപ്പോൾ മെയ് 14-നുള്ളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ ശ്രമിക്കാം. പിന്നെ ശനി 3-ാം ഭാവത്തിൽ അത്യധികം നേട്ടമായിട്ട് നിൽക്കുകയാണ്. അത് 2.5 വർഷം തുടരും. മകരം രാശിക്ക് 3-ാം ഭാവത്തിൽ ശനി. അപ്പോൾ സർവകാര്യ വിജയം, സാങ്കേതിക രംഗത്ത് മേന്മകൾ നേടാൻ പറ്റും. അതുപോലെ തന്നെ സർപ്പം അഥവാ രാഹു അനുകൂലമാണ് 3-ാം ഭാവത്തിൽ. അപ്പോൾ അത് ഊഹക്കച്ചവടങ്ങളിലൊക്കെ നേട്ടം ഉണ്ടാവും. പിന്നെ രാഹു മെയ് 18-ന് മാറുന്നു. അപ്പോൾ നമ്മളത് ബോധപൂർവം ഈ മെയ് 14-ന് മുമ്പ് തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. മകരം രാശിക്ക് പൊതുവെ ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും 14, 15 തീയതികൾ അത്ര ഗുണകരമായിരിക്കില്ല. കൊമ്പൻ രാശിയുടെ കാര്യം നേരത്തെ പറഞ്ഞു, ആദ്യ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. ഇനി മീനം രാശി. പൂരുരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്ക് ദോഷാധിക്യമാണ്. ഈ ദോഷാധിക്യമെന്ന് ഞങ്ങൾ പ്രവചിക്കുന്നത് തെറ്റട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് ആ പ്രവചനം തിരുത്താൻ നിങ്ങൾക്ക് കഴിയും ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നാൽ. ഇവിടെ ശനി, സർപ്പം, സൂര്യൻ, ചന്ദ്രൻ ഇവയൊക്കെ പ്രതികൂലമാണ്. അതുകൂടാതെ ശുക്രൻ മാത്രമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളത്. അപ്പോൾ മീനം രാശിക്ക് ദോഷാധിക്യമാണ്. അത് തെറ്റിക്കാൻ നിങ്ങൾ മന്ത്രജപങ്ങൾ, ക്ഷേത്രദർശനം, ദാനധർമാദികൾ, കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി ഇവയൊക്കെ പാലിച്ച് അനുഷ്ഠിച്ച് ഈശ്വരനുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ദോഷാധിക്യമെന്ന് പറഞ്ഞ പ്രവചനം നിങ്ങൾക്ക് തെറ്റിക്കാൻ പറ്റും. ഞങ്ങളുടെ ഈ പ്രവചനം തെറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം.
13/4/2025 8 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 9, 4, 3, 1, 2 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 14/4/2025 9 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 8, 5, 4, 2, 1 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 15/4/2025 1 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 5, 1, 2, 5, 9 ഇവയൊക്കെ ഭാഗ്യസംഖ്യകളാണ് 15-ാം തീയതി. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 13, 14, 15 തീയതികളിൽ രാവിലെ 4:40 AM മുതൽ 5:28 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തം 13, 14 തീയതികളിൽ 11:58 AM മുതൽ ഉച്ചയ്ക്ക് 12:46 PM വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. രാഹുകാലം 13-ാം തീയതി വൈകിട്ട് 4:56 PM മുതൽ വൈകിട്ട് 6:28 PM വരെയാണ് 13-ാം തീയതി രാഹുകാലം. 16-ാം തീയതി 7:48 AM മുതൽ രാവിലെ 9:19 AM വരെയാണ് 14-ാം തീയതി തിങ്കളാഴ്ച രാഹുകാലം. രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക. 13-ാം തീയതി ഞായറാഴ്ച ചുവപ്പ് ഭാഗ്യ നിറമാണ്. അതുപോലെ തന്നെ 14-ാം തീയതി തിങ്കളാഴ്ച നീല. 15 ചൊവ്വാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വ സൗഭാഗ്യങ്ങൾ, അതുപോലെ തന്നെ അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.